അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനഭാഗത്ത് കേട്ടവരെല്ലാം വിസ്മയിച്ചു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവിന്റെ വചനം ജീവനുള്ളതാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. അത്ഭുതം നടക്കുന്ന ഒരു അനുഭവം നമ്മുടെ മേൽ കടന്നു വരും. പത്രോസും യോഹന്നാനും കൂടെ ദേവാലയം എന്ന സുന്ദര കവാടത്തിൽ ചെന്നതേ ഉള്ളൂ. അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് തരാനുള്ള ഒന്നുമില്ല, എന്നാൽ ഞങ്ങൾക്കുള്ളത് സ്വർണമില്ല, വെള്ളിയില്ല, വില കൂടിയ വസ്തുവില്ല. ഞങ്ങൾക്കുള്ളത് വിലയേറിയവനായ കർത്താവിനെ മാത്രമാണ്. ആ യേശുവിനെ ഞങ്ങൾ അങ്ങ് തരട്ടെ എന്ന് പറഞ്ഞ് യേശുവിനെ കൊടുത്തു. യേശുവിനെ കൊടുത്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ അവരെല്ലാവരും അത്ഭുതപ്പെട്ട് അല്ലെങ്കിൽ വിസ്മയിച്ചു പോകാൻ ഇടവന്നു. യേശുവിനെ ആരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ അവിടെ ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. രക്തസ്രാവക്കാരിയായ സ്ത്രീ യഹൂദനായിരിക്കെ ജാതീയായ ഒരു സ്ത്രീയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നിരുന്നത്. ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജനക്കൂട്ടത്തിന് നടുവിൽ യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടുകയാണ്. പ്രിയമുള്ളവരെ, തൊട്ടിട്ട് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചത് അവളുടെ അകത്ത് തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ പോയി തൊട്ടു. തൊട്ടപ്പോൾ യേശുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. അതിൻ്റെ അർത്ഥം യേശുവിനെ ആര് തൊടാൻ ആഗ്രഹിച്ചോ, ആര് തൊട്ടോ, തൊടുമ്പോൾ അവൻ്റെ ശക്തി ആര് തൊട്ടോ അവരനുഭവിക്കും. ആരവനെ വിളിച്ചോ ആ വിളിക്ക് അവരെ അടുത്ത് വിളിച്ചിട്ട് അവർക്ക് ഉത്തരം കൊടുക്കും. ഇവിടെയാ ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നത്. കർത്താവിന്റെ പ്രവൃത്തി വിസ്മയിപ്പിക്കുന്ന വിധത്തിലേക്ക് മാറുന്നു. നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ അനുഗ്രഹിക്കപ്പെടാൻ കാരണം യേശു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇത്രയും വർഷക്കാലം നമ്മൾ കർത്താവിനോട് കൂടെ നിൽക്കാൻ ഇടവന്നത് എന്തുകൊണ്ടാണ്? ഓരോ ദിവസവും എന്ന പോലെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. അതിന്റെ അർത്ഥം യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ ഇന്നലെ രാജാവായെങ്കിൽ അവൻ ഇന്നും രാജാവാണ്, അവൻ നാളെയും രാജാവാണ്, മറ്റന്നാളും രാജാവാണ്, എപ്പോഴും അവൻ രാജാതിരാജനായ കർത്താവാണ്. നമുക്കറിയാം, ബൈബിളിൽ യേശു അത്ഭുതങ്ങൾ ചെയ്തു, നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്. ബൈബിളിലെ യേശു അത്ഭുതം ചെയ്തു, അപ്പോസ്തലന്മാരിലൂടെ യേശു അത്ഭുതം ചെയ്തു. ഇന്ന് നമ്മളിലൂടെയാണ് യേശു അത്ഭുതം ചെയ്യുന്നത്. ആദ്യം തിരിച്ചറിയണം, യേശു എന്നിലൂടെയാണ് അത്ഭുതം ചെയ്യുന്നത്. കണ്ണു കാണാത്ത മനുഷ്യന്റെ കണ്ണു തുറന്നു കൊടുക്കുന്നു, കാത് കേൾക്കാത്ത മനുഷ്യന്റെ കാത് തുറന്നു കൊടുക്കുന്നു, തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ തളർവാദം മാറ്റി കൊടുക്കുന്നു, ജീവിതത്തിൽ നിരാശയും വേദനയും നിറഞ്ഞ മനുഷ്യന്റെ നിരാശയും വേദനയെല്ലാം ദൈവം മാറ്റിക്കൊടുക്കുന്നു. തകർന്നിരിക്കുന്ന കുടുംബത്തിൽ കർത്താവ് തകർച്ചകളും മാറ്റി അവരെ ആശ്വസിപ്പിക്കുകയും കുടുംബം ബലപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ യേശു ആരുടെ അടുക്കൽ കടന്നു എന്നോ അവിടെ ഭയങ്കരമായി ദൈവപ്രവൃത്തി വിസ്മയിപ്പിക്കുന്ന വിധത്തിലേക്കാണ് അവന്റെ ശക്തി ഇറങ്ങി വരുന്നത്. അവൻ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അങ്ങനെയാ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നത്. നമ്മുടെ കൂടെ അവൻ നമ്മളെ അതിശയിപ്പിക്കും. അവന്റെ പ്രവൃത്തി കണ്ട് മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്. നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കുക ഈ പ്രഭാതത്തിൽ. കർത്താവെ, നിന്റെ കൂടെ, നിന്റെ വചനം, അവന്റെ ശക്തി, അവന്റെ കൃപ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമുള്ള അവസ്ഥയിലേക്ക് മാറും. രോഗമുള്ള സ്ഥലത്ത്, വേദനിക്കുന്ന അവസ്ഥയിൽ നിങ്ങളൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ.
ഇപ്പൊ നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന കരം വയ്ക്കുന്നത്, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കുന്നത് കാണാം. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള എല്ലാ വിഷയത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ആശ്വസിപ്പിക്കുന്ന കരവ ഭവനത്തിലേക്ക് വെക്കുന്നത്. ഒന്നുകൊണ്ടും നിരാശപ്പെടരുത്, വേദനിക്കരുത്, അസ്വസ്ഥരാകരുത്, സന്തോഷിക്കണം. യേശു എൻ്റെ അടുക്കൽ വന്നു, യേശു എൻ്റെ ഉള്ളിൽ വന്നു, യേശുവിനെയാണ് ഞാൻ പ്രാപിച്ചത്, അവന്റെ ശക്തിയിലൂടെ കൂടെയാണ് ജീവിക്കുന്നത്. കർത്താവേ, എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ സഭയെയും എൻ്റെ കൂട്ടായ്മയും ഞാനായിരിക്കുന്ന അവസ്ഥയെയും ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.